ഇന്ന് നമ്മളൊരു തമിഴ്നാടൻ ഗ്രാമക്കാഴ്ചയിലേക്കാണ് പോകുന്നത്. കമ്പം തേനി റൂട്ടിലുള്ള പാളയത്തിനടുത്ത് എല്ലപ്പെട്ടി എന്ന ഗ്രാമം. ഇവിടെയുള്ള അതിവിശാലമായ ഒരു ചെക്ക് ഡാമാണ്. എല്ലപ്പെട്ടി ഫോൾസ് എന്നാണിത് അറിയപ്പെടുന്നത്. വ്യത്യസ്തമായ 2 സീസണുകളിലെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഉത്തമപാളയം. കമ്പത്തുനിന്ന് 10 കിലോമീറ്റർ. നമ്മൾ കമ്പത്തും ചിന്നമന്നൂരും ഒക്കെ കണ്ടതുപോലെ ഒരു വാരച്ചന്ത ഇവിടെ എല്ലാ ബുധനാഴ്ചയും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങളാണ് ഈ റോഡരികിൽ കാണുന്നത്. ഇതിനുള്ളിലേക്കും ധാരാളം കടകൾ കാണാം. പാളയം ടൗണിലെ ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ ബോഡി നായ്ക്കന്നൂർ വഴിക്കാണ് പോകേണ്ടത്. വലത്തേക്ക് തിരിഞ്ഞു പോയാൽ തേനി ബൈപ്പാസിലെത്തും. എല്ലാ ദിവസവും തന്നെ കമ്പത്തിനും തേനിക്കും ഇടയ്ക്കായി ഓരോ സ്ഥലത്ത് ഇത്തരം വാരച്ചന്തകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ വഴിയെ എന്ന് വന്നാലും എവിടെയെങ്കിലും ഒരു വാരച്ചന്ത ഉണ്ടാകും. മിക്കവാറുമൊക്കെ ഒരേ കച്ചവടക്കാർ തന്നെയാണ് എല്ലാ വാരച്ചന്തകളിലും എത്തുന്നതും. ഇതിനെപ്പറ്റി വിശദമായി അറിയാൻ ഈ ചാനലിലെ കമ്പം, ചിന്നമന്നൂർ എന്നീ മാർക്കറ്റ് വീഡിയോകൾ കാണുക. ഇതിലെയൊക്കെ വണ്ടി ഓടിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഒരു കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് കുച്ചന്നൂർ റോഡിലൂടെ പോകണം. വീണ്ടും ഒരു 5 കിലോമീറ്റർ കൂടി പിന്നിട്ട് ഇവിടെ വലത്തേക്ക് തിരിഞ്ഞു പോയാൽ എല്ലപ്പെട്ടി റോഡായി. ഇതാണ് എല്ലപ്പെട്ടി ഗ്രാമം. വീണ്ടും കുറെ ദൂരം തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെയാണ് യാത്ര. നമ്മൾ വെള്ളച്ചാട്ടത്തോട് അടുത്തിരിക്കുന്നു. നിറഞ്ഞ കനാലൊക്കെ കണ്ടു തുടങ്ങി. ഇടതുവശത്തു കാണുന്നത് വലിയൊരു ചുടുകാടാണ്. ചുടുകാട് എന്ന് പറഞ്ഞാൽ ശ്മശാനം. വലിയൊരു പാലം കണ്ട് അതിലേക്ക് കയറി. വെള്ളച്ചാട്ടമൊന്നും കാണാനില്ല. ഇടതുവശത്ത് ദൂരെ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ചുറ്റും കതിർ വിരിഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങളാണ്. നമ്മൾ പാലത്തിൽ നിന്ന് തിരികെ ചെക്ക് ഡാമിലേക്ക്. രാവിലെ 9 മണി സമയമായതിനാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവാനിടയില്ല. ഇതാണ് സംഗതി. വളരെ വലിയൊരു ചെക്ക് ഡാമാണ്. കാണുമ്പോൾ ഒരു ഭീകരതയൊക്കെ തോന്നുമെങ്കിലും ഇത് പൊതുവെ സുരക്ഷിതമായ സ്ഥലമാണ്. ആഴം കുറവായതിനാൽ ഇറങ്ങി കുളിക്കാം. വെള്ളമുള്ളപ്പോഴും ചെക്ക് ഡാമിന് മുകളിലൂടെ നടന്നു പോകാം. രാവിലെ തന്നെ അലക്കും കുളിയും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മുല്ലൈ പെരിയാർ റിവർ എന്നാണ് ഈ നദി അറിയപ്പെടുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കൂടുതൽ ജലം തുറന്നു വിടുമ്പോൾ ചെക്ക് ഡാം നിറഞ്ഞൊഴുകും. വെള്ളം കുറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അങ്ങേക്കരയിലെ ആൽമരത്തിന് ചുവട്ടിൽ ഒരു ക്ഷേത്രമാണ്. വലിയ പാറക്കല്ലുകൾ അടുക്കിയാണ് ഈ തടയണ നിർമ്മിച്ചിരിക്കുന്നത്.
വെള്ളമുള്ള സമയത്ത് കുട്ടികൾക്ക് ആഘോഷമാണ്. അവധി ദിവസങ്ങളിലൊക്കെ കുളിക്കാരുടെ നല്ല തിരക്കായിരിക്കും ഇവിടെ. ആൾക്കാർക്ക് അലക്കാനും കുളിക്കാനും നീന്തി തിമിർക്കാനും ഒക്കെ സർക്കാർ നൽകിയിരിക്കുന്ന സംവിധാനങ്ങൾ. കേരളത്തിലാണെങ്കിൽ ഇതിന് പാസ് എടുക്കേണ്ടി വന്നേനെ. ജലസേചനത്തിന് മാത്രമാണെങ്കിൽ ഇത്ര വിശാലമായും സൗകര്യപ്രദമായും ചെക്ക് ഡാം പണിയേണ്ട ആവശ്യമില്ലല്ലോ. തമിഴ്നാട് സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിന് നൽകുന്ന പരിഗണന എടുത്തു പറയാതെ തരമില്ല. ഡാമിൽ വെള്ളമുള്ള സമയത്ത് അക്കരെ ആ ആൽമരത്തിനരികിലെത്താൻ അത്ര എളുപ്പമല്ല. നമ്മൾ മാർക്കയ്യൻ കോട്ടൈ വഴി പുലാനന്തപുരം ബ്രിഡ്ജ് കടന്ന് ചിന്നമന്നൂർ റോഡിലൂടെ പുഴയുടെ മറുഭാഗത്തേക്ക് പോവുകയാണ്. ഇതൊരു 5-6 കിലോമീറ്റർ ദൂരം വരും. പക്ഷേ ഈ തമിഴ്നാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര രസകരമാണ്. ഇപ്പോൾ നമ്മൾ തേനി കമ്പം റോഡിലാണ്. ഇവിടെ ഈ പെന്നി ക്വിക്ക് ഗാർഡന്റെ എതിരെ കാണുന്ന റോഡിലൂടെ തിരിഞ്ഞ് വയലിന് നടുവിലൂടെയുള്ള വഴിയെ പോയാൽ ചെക്ക് ഡാമിന്റെ മറുകരയിലെത്താം. നമ്മുടെ വലിയ ആൽമരം ദൂരെ കാണാം. അവിടേക്കാണ് എത്തേണ്ടത്. ആൽമരം കാണുന്നുണ്ട്. ഇവിടെ വരെയേ റോഡുള്ളൂ. ചുറ്റും പച്ച പുതച്ച നെൽപ്പാടങ്ങൾ. വരമ്പിലൂടെ നടന്നു പോകാം. ഇങ്ങനെ ചിലരൊക്കെ ഇവിടെ പമ്മിയിരിക്കുന്നുണ്ട്. നമ്മൾ മറുകരയിലെത്തി. ഇവിടെ നിന്ന് കണ്ടാൽ വെള്ളമുള്ളപ്പോൾ ഹൊക്കനഗൽ പോലെയിരിക്കും. വെള്ളമില്ലാത്തപ്പോൾ മോഹൻജോദാരോ ഹാരപ്പ പോലെയും ഇരിക്കും. ആൽമര ചുവട്ടിലെ ക്ഷേത്രമാണ്. രണ്ടു സീസണിലെ കാഴ്ചയുടെ വ്യത്യസ്തത നോക്കുക. വെള്ളമില്ലാത്തതുകൊണ്ടാണ് പുള്ളിക്കാരൻ കൂളായി നിന്ന് നമ്മളെ അഭിവാദ്യം ചെയ്യുന്നത്. മുൻപ് അക്കരെ ആ വെള്ളത്തിൽ അർമാദിച്ചിരുന്ന ആശാന്മാരൊക്കെ വെള്ളത്തിലൂടെ ഇക്കരെ എത്തിയിരിക്കുന്നു. ഈ കാണുന്ന ബണ്ടിലൂടെ നടന്നു വന്ന് ചെരിഞ്ഞ കൽക്കെട്ടിലൂടെ ഇറങ്ങി വരും. ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് കൂടുതൽ മനോഹരം. ആദ്യം വന്നപ്പോൾ കതിരായി തുടങ്ങുന്നതേയുള്ളൂ. പിന്നീട് വന്നപ്പോൾ കൊയ്യാൻ പാകമായിരിക്കുന്നു. ഇനി നമ്മൾ മടങ്ങുകയാണ്. നമ്മൾ വരുന്നതും കാത്ത് വരമ്പിൽ ഒരു ചെങ്ങാതി ഇരിപ്പുണ്ട്. ദൂരെയാ കാണുന്നത് വരസുനാട് മേഘമല പർവ്വത നിരകളാണ്. അങ്ങോട്ടേക്കൊരു യാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് തൽക്കാലം മടങ്ങാം.